ബീവിമാർ രണ്ടുപേരും പർദ്ദയൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ മദ്രസയിലേക്ക് പോകാനായിട്ട്. അപ്പോഴാണ് ഹനിയയുടെ പെൻസിൽ കാണുന്നില്ല. അപ്പോൾ ഇത്താച്ചി തരാം, പക്ഷേ ഒടിച്ച് കളയരുത്. ആ ഒരു വാക്കിൻ്റെ പുറത്ത് ഹനിയാക്ക് പെൻസിൽ കിട്ടി കേട്ടോ. ഞങ്ങൾ 3 പേരും ഇന്ന് പർദ്ദയൊക്കെ ഇട്ടാണ്. അപ്പോൾ ഇവരെ ഒന്ന് മദ്രസയിലേക്ക് വിട്ടിട്ട് വേണം നമുക്കൊന്ന് ആലപ്പുഴ വരെ പോകാൻ. പഠിക്കാൻ ചേർന്നപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഇത്രയേറെ സാധനങ്ങൾ വാങ്ങേണ്ടി വരുമെന്ന്. ഓരോ ദിവസവും പുതിയ ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കണം. പിന്നെ ഞാൻ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ പിള്ളേരും കൂടി അതെടുക്കുന്നതുകൊണ്ട് എൻ്റെ സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നശിഞ്ഞും പോവും. അങ്ങനെ ഷാനാനെയും കൂട്ടി ആലപ്പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പർച്ചേസിനായിട്ട്. ഒരു സ്ഥലത്തെ ബില്ല് കണ്ട് ഞാൻ തന്നെ നെട്ടി. സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ, പക്ഷേ ബില്ല് ഭയങ്കരം. പിന്നെ ഈ ഓരോന്നും തപ്പിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ കോളേജിൽ ഓരോരുത്തർ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ എല്ലാം ആവശ്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതേ ക്ലോത്ത് എടുക്കാൻ വേണ്ടി കൃഷ്ണാസി കയറി. അവിടെ നിന്ന് കുറച്ചൊക്കെ ഒപ്പിച്ചു. ഇനി അടുത്ത കടയിൽ പോകണം. ഓരോ കടകൾ തോറും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. കാരണം നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ സാധനം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ, അല്ലാതെ കടയിലൊന്നും സാധനം ഇല്ലാനായിട്ടല്ല. അങ്ങനെ ഈ കടയിൽ കയറി കേട്ടോ. ഈ കട അത്യാവശ്യം കൊള്ളാം. ഞാൻ കഴിഞ്ഞ ദിവസം SM-ൻ്റെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു നീ SM-ഉം തമ്മിൽ കൊളാബാണോ എന്ന്. അതുകൊണ്ട് ഞാൻ ഈ കടയുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെ ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ പോക്കറ്റും കാലിയായി. അവസാനം ഒരു ഫ്രഷ് ലൈമും കുടിച്ച് ഒരു പപ്സും ഒക്കെ കഴിച്ച് ഞങ്ങളതേ ആലപ്പുഴയുടെ നഗരവീതിയിലൂടെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. എന്ത് രസമല്ലേ കാണാനായിട്ട്. മഴയുമുണ്ട്, വെയിലുമുണ്ട്, പൊടിയുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഞാനും എൻ്റെ സാരഥിയും കൂടി തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം.